ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനസ് ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഇന്ന് DIY ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇങ്ങനെ ഇടുന്ന അതൊന്ന് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മുടിയെല്ലാം പോയിരിക്കുകയാണ്. എനിക്ക് കുറച്ച് മുടിയിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ചെയ്യാതെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ മീഷോയിലുള്ള ഒരു കൊറിയൻ ഇയറിങ്ങിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള DIY വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം DIY എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഡു ഇറ്റ് യുവർ സെൽഫ് എന്നാണ് ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ കണ്ടത്. എല്ലാം നമ്മൾ ഗൂഗിളിനെയാണല്ലോ ആശ്രയിക്കുന്നത്. അപ്പോൾ ഡു ഇറ്റ് യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ DIY ആയിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു കൊറിയൻ ഇയറിംഗ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം കൊറിയൻ ഇയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് മോഡേൺ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ മീൻസ് ഒരുപാട് മോഡേൺ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ. എനിക്കങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല, കാരണം ഞാനതൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ ഫോറക്സലുകാരായതുകൊണ്ട് നമുക്കിതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതങ്ങനെ ഇട്ട് ശീലിച്ചവർക്കൊക്കെ ആണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും എനിക്ക്, അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പം ഞാനൊന്നും അതിട്ട് ശീലിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം നമുക്കിങ്ങനെ നോർമലായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു കൊറിയൻ ടൈപ്പ് ഇയറിങ്സ് ആണ് ചെയ്യുന്നത്. മീഷോയിലൊക്കെ ഒരുപാട് കൊറിയൻ ഇയറിങ്സ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര രസമാണ് കാണാൻ. ഇതുവരെ ഇങ്ങനെ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ഒരെണ്ണം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതുവരെ ഞാനിങ്ങനെ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രഡീഷണൽ ജ്വല്ലറിയെക്കാട്ടിൽ ഞാൻ താഴ്ത്തി പറയുന്നതല്ല, കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് കൊറിയൻ ഇയറിങ്സിനെ കുറിച്ച് എനിക്ക് പിക്കൊക്കെ കണ്ടപ്പോൾ അതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈ ഒരു ഇയറിങ്ങിൻ്റെ യഥാർത്ഥ പിക്ക് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഞാനിപ്പോൾ ഒരു ഫോം ഷീറ്റിൽ ചെയ്തെടുത്താട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ DIY ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ആരെങ്കിലും വാങ്ങിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ ഫ്ലവറിൻ്റെയൊക്കെ മീൻസ് നമുക്ക് ഈ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പിള്ളേരുടെയൊക്കെ യൂത്ത് ഫെസ്റ്റിവൽസ്, അപ്പോൾ അതിൽ നമുക്ക് നാടകങ്ങളൊക്കെ വരുമ്പോഴും പിന്നെ ഫാഷൻ ഷോസ് ഒക്കെ വരുമ്പോഴും റാം വാക്ക്, അതൊക്കെ ഇതിൽ നടക്കുന്ന റാം വാക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ ഫാഷൻ ഷോസ് വരുമ്പോഴും ഒക്കെ നമുക്ക് ഡ്രസ്സിനനുസരിച്ചുള്ള ഇയറിങ്സ് ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ പറ്റും. മീൻസ് എന്തെങ്കിലും തീമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തീമിനനുസരിച്ചൊക്കെ നമുക്ക് ഇയറിങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഹാൻഡ് മെയ്ഡ് ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും അതിനെ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല. കാരണം വെളിയിലൊക്കെ ആണെങ്കിലും ഹാൻഡ് മെയ്ഡ് ഐറ്റം എന്നൊക്കെ ഫോറിനേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഹാൻഡ് മെയ്ഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഇതാട്ടോ. ഭയങ്കര ഇവിടെ ഉള്ളവർക്ക് അത്രയും വലിയ എന്താണ് ഇതില്ലെങ്കിൽ പോലും അവർക്ക് അവിടെയൊക്കെ ഭയങ്കര ഹാൻഡ് മെയ്ഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഇതാട്ടോ. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ താഴ്ത്തി പറഞ്ഞൊന്നുമല്ല, ഓരോ രാജ്യത്തെ ഓരോരോ വ്യത്യാസങ്ങൾ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഈ ഒരു ടൈപ്പ് ഇയറിങ്ങിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് ലോങ് കൂടെ ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ അതിനകത്താണെങ്കിൽ ആ ഒരു ഇയറിങ്ങിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. വയലറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലാകെ കളർ എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു ഗ്രീൻ ആട്ടോ. അപ്പം ഞാനാണെങ്കിൽ ആ ഒരു ഷേപ്പിലുള്ള ഒരു ഫ്ലവറിൻ്റെ പിക്ക് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഫോം ഷീറ്റുകളൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ബോയിലൊക്കെ കലാപരിപാടികളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി, കലാരൂപങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി, കലാരൂപങ്ങളല്ല മീൻസ് ആ ഒരു എന്താ പറയുക, താജ്മഹലൊക്കെ പണിയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം താജ്മഹൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതാട്ടോ. നമുക്ക് പല പല ഡിസൈൻസിലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾ അതിങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. ഇങ്ങനെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ പറയുമെങ്കിലും ഞാൻ പാവമാണ്. അപ്പം ഈ ഒരു ഇതാട്ടോ ഫോം ഷീറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പിക്കിനകത്തൊരു ലൈറ്റ് ഷെയ്ഡാണ്, ഒരു പിസ്ത ഷെയ്ഡാണ്. ഞാനതൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് എടുത്തിരിക്കുന്നത്. കാരണം പിസ്ത ഷെയ്ഡിലുള്ള ഫോം ഷീറ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പം ഈ ഒരു ഫോം ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫോം ഷീറ്റ് ഗ്ലിറ്റർ ഇല്ലാത്ത ഫോം ഷീറ്റ് അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ ഞാൻ ഇയറിങ്ങിൻ്റെ ആ ഒരു ആണി, ഇപ്പം ഈ ഒരു ആണി എന്ന് പറയുന്നത് കളർ പോകുന്നതാട്ടോ, ഗോൾഡൻ ആയതുകൊണ്ട് ഈ ഒരു ആണി പല ടൈപ്പിലുള്ള ഇയറിങ്സിൻ്റെ ബാക്കിൽ വെക്കുന്ന ഐറ്റംസ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എന്താണ് ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതും മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇതിൻ്റെ എന്തായാലും കളർ എന്തായാലും പോകുന്നുണ്ട്, ഒറ്റയിടയിൽ തന്നെ കളർ പോകുന്നുണ്ട്. ഞാൻ പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബീഡ്സ് ആണെങ്കിലും ഗോൾഡിൻ്റെയൊക്കെ ചിലതാണെങ്കിൽ ആൻറ്റി കളറൊക്കെ കളർ ഭംഗിയെന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചിലതാണെങ്കിൽ ഒത്തിരി നമ്മുടെ അത് ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്പെക്റ്റ്, അതായത് വേർപ്പിൻ്റെ ഇതുകൊണ്ടും അത് എന്താണ് കളർ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഈ ഒരു വേർപ്പെന്ന് പറയുന്നതും ഒരു അതിനകത്ത് കുറേ കെമിക്കൽ കണ്ടൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട്
അപ്പം ഇതാണ് നമ്മൾ ഇയറിങ്ങിൻ്റെ ഹുക്കായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പശയായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലെക്സ് ക്യുക്ക് ആട്ടോ. നന്നായിട്ട് ഒട്ടുന്ന പശകൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഫ്ലെക്സ് ക്യുക്ക് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഞാൻ ഫ്ലെക്സ് ക്യുക്ക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കയ്യിൽ വീണ് കഴിഞ്ഞാൽ കൈ പൊള്ളും. അതുപോലെ തന്നെ എൻ്റെ കൈയൊക്കെ രാവിലെ ഇങ്ങനെ പറന്ന് പോലെ ഇരിക്കുമായിരുന്നു. അപ്പം ഫ്ലെക്സ് ക്യുക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല എനിക്ക് തോന്നുന്നു ഫെവി ക്യുക്ക് ഉണ്ടല്ലോ, ഫെവി ബോണ്ടിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ഫെവി ക്യുക്ക് ഉണ്ടല്ലോ, മീൻസ് ചെറിയൊരു ട്യൂബിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവമായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ അച്ഛനോട് ഫെവി ക്യുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു ഫ്ലെക്സ് ക്യുക്ക് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് ഫോം ഷീറ്റ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വലിയ എന്തെങ്കിലും ഇതുപോലത്തെ ബീഡ്സ് ആട്ടോ നമുക്ക് വേണ്ടത്. അങ്ങനത്തെ വലിയ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയ ടൈപ്പ് ബീഡ്സ് കൂടെ വേണം. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചാലും അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കും. നിങ്ങളുടെ പ്ലേസിലൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് നോക്കുക. അപ്പോൾ ഞാനിവിടെ പത്തനംതിട്ട ആയതുകൊണ്ട് ഞാൻ മോത്തിന്നും ഒക്കെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ കിട്ടിയില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോഴ്സ് ഒക്കെ തപ്പി അങ്ങനെയൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഒരു 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 ധൈര്യത്തിനൊക്കെ പർച്ചേസ് ചെയ്യണം, അവർ തിരിച്ചയക്കും എന്നുള്ള രീതിയിലൊക്കെ പർച്ചേസ് ചെയ്യാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ ഒരു ഇയറിംഗ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സാധന സാമഗ്രികളുമായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ഈ ഒരു ഫോം ഷീറ്റ് നമ്മൾ നേരത്തെ എടുത്തതാണല്ലോ, ഇതെങ്കിൽ എടുക്കണ്ട, ഇത് ഉടങ്ങാണോ ഇരിക്കട്ടെ. ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഫോം ഷീറ്റ് ഉണ്ട്, ഇതാട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ കലാപരിപാടികളാണ്, എല്ലാം ഞാനിതുപോലെ വെട്ടിപ്പറിച്ച് ഒരു പരുവാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ഇയറിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോരം പാടുപെട്ടെന്നറിയോ. രാവിലെ 6 മണിയില്ല, എണ്ണീറ്റ് 5 മണി തൊട്ട് തുടങ്ങിയ സംഭവമായിരുന്നു. പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും 8 മണിയായി. എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നു. ഒരു യൂട്യൂബറിൻ്റെ നിരോധനം. അപ്പം നമ്മൾ ഈ ഒരു സംഭവം ആട്ടോ, ഫോം ഷീറ്റാണ്. ഇത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കരുത്. ഞാൻ ഈ ഒരു ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ നമ്മൾ ഇത് വലിയ ഫ്ലവറാണ്. ഇത്രയും വലുത് നമുക്ക് വേണ്ട. അപ്പം ഇത്രയും വലുതൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞു. മീൻസ് ഈ ഫാഷൻ പരേഡിനും അതുപോലെ തന്നെ ഫാഷൻ ഷോയ്ക്കും മറ്റേ റോം വാക്കിനും അതിനും പിന്നെ ആണെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഷോസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്രയും വലുതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഇപ്പം നമുക്ക് ഇത്രയും ഈ ഒരു സൈസ്, ഈ ഒരു സൈസ് മതി. അപ്പോൾ ആ ഒരു സൈസിൽ ഞാൻ ഇതിലോട്ട് വരച്ച് ഈ ഒരു നമ്മുടെ ഈ ഒരു ഗ്ലിറ്റർ നാട്ടോ വായിൽ എപ്പോഴും വരുന്നത്. മീൻസ് ഈ ഒരു ഫോം ഷീറ്റിലേക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഞാൻ പേന വെച്ച് വരയ്ക്കുന്നതിനെക്കാട്ടിൽ എൻ്റെ പെൻസിലൊന്നും ഇല്ല കേട്ടോ. പെൻസിലൊക്കെ എവിടെ പോയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പം പേന വെച്ച് വരയ്ക്കുന്നതിനെക്കാട്ടിലും പെൻസിലാകുമ്പോൾ നമുക്ക് തുടച്ച് കളയാനായിട്ട് പറ്റുമല്ലോ. അപ്പം ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കറക്റ്റ് പോർഷനിൽ കൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേനും. നമ്മൾ ഈ കട്ട് ചെയ്ത് കളയുന്ന പീസുകളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാം സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ്. മീൻസ് ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും, മീൻസ് ഈ ആക്രി പോലെ സാധനങ്ങളൊക്കെ ആണെങ്കിലും, നല്ല നല്ല സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ എനിക്കിങ്ങനെ കളയാനുള്ളൊരു മനസ്സില്ല. കളയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ കളയുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര വിഷമാണ്. അയ്യോ, എന്ത് പെട്ടെന്നായി മഴയൊക്കെ വരുന്നത്. സൂര്യനും മഴയപ്പോൾ ശരിക്കും പറഞ്ഞാൽ രംഗണ്ണൻ കളിക്കുക. കരിങ്കാളി എന്നീ കൂടി ഒരിടയ്ക്ക് മൊത്തം ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ അതാന്ന് തോന്നുന്നു ട്രെൻഡിങ് ആയിരുന്നു. അപ്പം നമ്മളിത് പതുക്കെ സൂക്ഷിച്ച് വേണം ഇത് വെട്ടിയെടുക്കാൻ. നോട്ട് എ പോയിന്റ്. പതുക്കെ വേണം നമ്മളിത് വെട്ടിയെടുക്കാൻ. ഇല്ലെങ്കിൽ ഇങ്ങനെ കുറേ വെട്ടി ഫോം ഷീറ്റ് മൊത്തം തീരേണ്ട അവസ്ഥ വരും. രാവിലെ എൻ്റെ മൊത്തം അങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഐഡിയ ഒക്കെ തോന്നുമെങ്കിലും അത് കറക്റ്റായിട്ട് ചെയ്യാൻ തോന്നുന്നത് പിന്നെയാട്ടോ. പിന്നെ മീൻസ് അങ്ങനെ 2-3 മാല ഞാൻ കൊടുത്തപ്പോഴാണെങ്കിലും അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ഒരു ബ്രെയിൻ അത്ര ഒരു ഡെവലപ്മെൻറ്റ് വരത്തില്ല. പിന്നെ നമ്മൾ പിന്നെ അതേ വർക്ക് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കുന്ന വർക്കുകൾ ചിലപ്പോൾ അത്രയും പെർഫെക്ഷനിലോട്ട് ഞാൻ അങ്ങനെ ആട്ടോ. എൻ്റെ ആദ്യത്തെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ ആദ്യത്തെ മാലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി വിചാരിക്കുന്നത് ഞാനാണോ ഉണ്ടാക്കിയെന്നുള്ളത്. അതുപോലെ വലിയ പെർഫെക്ഷനൊന്നും ആദ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെയല്ല ചെയ്തല്ലേ നമുക്ക് ആ ഒരു ആദ്യമേ നമുക്കങ്ങ് എല്ലാം താഴെ വരും. അതായിക്കോട്ടെ, ആദ്യമേ നമുക്കങ്ങ് പെർഫെക്റ്റ് ആക്കണമെന്നും അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തൊക്കെയോ ഇരുന്ന് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. ഇതാണ്ടേ ഇതുപോലൊരു സംഭവം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കാണെങ്കിൽ സൈഡൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മുടെ മറ്റേ തേപ്പോട്ടി അല്ലെങ്കിൽ അയൺ ബോക്സ്, ഇവിടെ തേപ്പോട്ടി എന്നാട്ടോ പറയുന്നത്. വേറെ എന്തെങ്കിലും വാക്ക് പറയുമോ? പണ്ടത്തെ എന്തൊരു പേരുണ്ടായിരുന്നല്ലോ. അപ്പം തേപ്പോട്ടിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ അതിലിങ്ങനെ വെച്ചിട്ട് പൊന്തി അങ്ങനെയൊക്കെ നമുക്ക് അതറിയാമല്ലോ. ഹെയർ ബോസ് ചെയ്യുന്നവർക്ക് മിക്കവാറും അത് അറിയായിരിക്കും. അപ്പം ഞാൻ രണ്ടാമത്തെ കൂടെ കട്ട് ചെയ്തെടുക്കട്ടെ. എന്ത് ചെയ്യും രണ്ടാമത്തെ? എന്ത് ചെയ്ത് ഇതങ്ങാണ്ട് വെച്ചിരുന്നതാണല്ലോ. ചേടാ, ഇത് കൊള്ളാമല്ലോ. സോറി ഗായ്സ്, അത് താഴെ വീണായിരുന്നു. എന്താ കസേരയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കുന്നത്. എൻ്റെ പൊന്നി, എൻ്റെ എടുക്കാതെ ഇനി അത് നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു മുറി എന്ന് പറഞ്ഞേക്കുന്നത് എൻ്റെ മെയിൻ റൂമിലാട്ടോ. എന്ന് വെച്ചാൽ താഴത്തെ മുറിയിൽ നമ്മുടെ ഗസ്റ്റ് ഇരിക്കുന്ന അതിൻ്റെ ഇപ്പുറത്തെ ഫ്രണ്ടിലത്തെ മുറിയാട്ടോ. അല്ല, എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ പുറയിൽ കർട്ടൻ ഉള്ളത് കൊണ്ടാണ്
ഞാനിങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നത് കൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നമുക്കതൊരു ദിവസം DIY ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറേ മീഷോയിൽ കണ്ടായിരുന്നു ഇതുപോലെ ബാക്കിൽ വെക്കുന്ന നെറ്റുകളൊക്കെ. ശരിക്കും അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വീഡിയോയുടെ ആ ഒരു ഇതങ്ങ് മാറും അങ്ങ്. സംസാരിച്ച് മിക്കവാറും ഇത് കുളമാകുമെന്ന് തോന്നുന്നു. സൂക്ഷിച്ച് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനേ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇത് ഞാൻ DIY ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആട്ടോ ഇത്. അല്ലാതെ നമുക്കിത് ആർക്കെങ്കിലും സെയിലിന് വെക്കാമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ഇയറിങ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റിലൊക്കെ ഫോറിൻ വെബ്സൈറ്റിലൊക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടെ ആരെങ്കിലും വാങ്ങിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രയ്ക്കുള്ള അറിവ് എനിക്കില്ല. ഇവിടെ പിന്നെ ഓരോരുത്തർ വെറൈറ്റി കണ്ട് ചിലപ്പോൾ ഓരോരുത്തർക്ക് ഇട്ട് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ വാങ്ങിക്കുമായിരിക്കും, അറിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഏതൊരു ഇപ്പം നമ്മൾ സെല്ല് ചെയ്യുവാണെങ്കിൽ ഏതൊരു ജ്വല്ലറി കൊടുക്കുമ്പോഴും ജസ്റ്റ് ചെറിയ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഞാനാണെങ്കിൽ നമ്മുടെ 2 ആ ഒരു സംഭവങ്ങൾ നമ്മളിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഫ്ലെക്സ് ക്വിക്കിൻ്റെ പശ കൂടെ എടുത്തിട്ടുണ്ട്. കുറേ നേരം ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഭാഗം കഴിക്കും കേട്ടോ. ഫ്ലെക്സ് ക്വിക്കിൻ്റെ പശ എടുത്തിട്ട് ഇത് കയ്യിലൊന്നും വീഴാതെ സൂക്ഷിക്കണേ. കയ്യിൽ വീണ് കഴിഞ്ഞാൽ കൈ പിന്നെ പറ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. രാവിലെ എൻ്റെ കൈ മൊത്തം അങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഒത്ത നടുക്കിൽ വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. ഒത്ത നടുക്കിൽ ഞാനത് വെച്ചു. ഇനി നമ്മൾ ആ ഒരു ബീഡ് കൂടെ വെക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഇതിപ്പം ആ പിക്കിലുള്ള എക്സാക്ട് ബീഡല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീഡാണ്. എന്താ കൈ പോകുന്നു കണ്ടോ? ഇതാണ് നമ്മുടെ ആ ഒരു ഇയറിങ്ങിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ലേ ഇരിക്കുന്നത് ഈ ഒരു ഇയറിങ്ങിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. ഒന്നുമില്ല, നമ്മൾ ഇയറിങ്ങിൻ്റെ ആ ഒരു സംഭവം എടുക്കുക. എന്നിട്ട് ഒത്ത നടുക്കിൽ ഇതങ്ങോട്ട് വെക്കുക. ഇതിങ്ങനെ ഫ്ലെക്സ് ബുക്ക് അങ്ങോട്ട് വെച്ചിട്ട്, ഫ്ലെക്സ് ബുക്ക് എന്ന് പറഞ്ഞ സാധനം വെള്ളം പോലെ ഇരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ അമക്കിയും ഒന്ന് കൊടുക്കുക കേട്ടോ. കണ്ടോ ഇയറിങ്ങിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ്ടേ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് പശയെ നടച്ചു വെച്ചേക്കട്ടില്ലെങ്കിൽ ഇതിവിടെ എല്ലാം മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എനിക്ക് ഇത് ഗ്ലാസിൻ്റെ ടേബിളാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് പോകാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വഴക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പശയെ അടച്ചു വെച്ചു. ഇപ്പം ഇതാണ് നമ്മുടെ ഇയറിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്ക്. നല്ല നല്ല ഭംഗിയല്ലേ? ഇട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നല്ല ഭംഗിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മീഷോ ഇയറിങ്സിലുള്ള കൊറിയൻ ഇയറിങ്സിൻ്റെ DIY ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇയറിങ്സ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കാണെങ്കിൽ വീടുകളിലൊക്കെ ഇങ്ങനെ പനിയത്തി കുട്ടികളോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ആണെങ്കിലും കോളേജിലൊക്കെ ഫംഗ്ഷൻസ് വരുമ്പോഴും അതുപോലെ തന്നെ എന്താണ് ഫാഷൻ ഷോസും അതുപോലെ എന്താ സ്കൂളുകളൊക്കെ പരിപാടികളൊക്കെ വരുമ്പോഴാണെങ്കിൽ ഇതുപോലത്തെ ഇയറിങ്സ് ഒക്കെ സ്വന്തം കൈകൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. അപ്പം ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ജസ്റ്റ് ചാനലിന് സപ്പോർട്ട് ചാനലിന് സജസ്റ്റ് ചെയ്യാനും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. താങ്ക് യു, ബൈ ബൈ, സ്റ്റേ ഹാപ്പി. താങ്ക് യു.